അങ്ങനെ കുറേ നാളുകൾക്ക് ശേഷം ഞങ്ങളിതാ വീണ്ടും ഒരു വ്ളോഗായിട്ട് വന്നിരിക്കുകയാണ്. ഞങ്ങൾ ഇന്ന് ചെന്നൈയിൽ നിന്ന് കേരളത്തിലേക്ക് ട്രാവൽ ചെയ്യാണ്, ക്രിസ്മസ് വെക്കേഷൻ ട്രാവൽ ചെയ്യാണ്. അപ്പോൾ ഇതിനു മുമ്പ് ഞങ്ങളൊരു തവണ ഇങ്ങനെ ഒരു റോഡ് ട്രിപ്പ് വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ. കോവിഡ് അതിൻ്റെ പീക്കിലിരുന്ന സമയത്ത് ഞങ്ങൾ ട്രാവൽ ചെയ്തതിൻ്റെ അന്ന് ഒരുപാട് കടമ്പകൾ കടന്നു വേണമായിരുന്നു നാട്ടിൽ പോകാൻ. ഇപ്പം അങ്ങനെയൊന്നുമില്ല. അപ്പം ഞങ്ങൾ പോകുന്നത് മൂവാറ്റുപുഴയ്ക്കാണ്. ഇവിടുന്ന് നേരെ ഉളുന്തൂർപേട്ട, സേലം, കോയമ്പത്തൂർ, വാളയാർ വഴി കേരളത്തിലേക്ക്. അപ്പോൾ റോഡിലെ കാഴ്ചകളും പിന്നെ റോഡിലെ റെസ്റ്റോറൻറ്റുകളും പിന്നെ ടോളൊക്കെ എത്ര രൂപയാണ്, അങ്ങനെ എല്ലാ കാഴ്ചകളും കണ്ട് നമുക്ക് യാത്ര ചെയ്യാം. പിന്നെ ഇപ്പം സമയം 6:30 കേട്ടോ. ഇവിടെ നിന്ന് ഒരു 670 കിലോമീറ്റർ ആണ് കേട്ടോ കാണിക്കുന്നത്. 12 മണിക്കൂറാണ് ട്രാവലിൻ്റെ ടൈം കാണിക്കുന്നത്. 2 മണിക്കൂർ ഞങ്ങൾ ബ്രേക്ക് എടുക്കാൻ ചാൻസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരു 14 മണിക്കൂർ എടുക്കും ഞങ്ങൾ നാട്ടിലെത്താൻ. ചിലപ്പോൾ അത് കൂടുതൽ എടുക്കും. അപ്പം പോവല്ലേ. രാവിലെ നേരെ അങ്ങനെ വെളുത്ത് വരുന്നുള്ളൂ കേട്ടോ, അതുകൊണ്ടാണ് വെട്ടമൊന്നും ഇല്ലാത്തത്. അപ്പം പോവാം. സൗത്ത് ചെന്നൈയിൽ നിന്നാണ് ട്രാവൽ തുടങ്ങിയത്. മേടവക്കം ഭാഗത്തു നിന്നാണ്. ആ ഭാഗത്തു നിന്ന് NH-ലേക്ക് വരാൻ 3 വഴികളുണ്ട്. ഒന്ന് OMR വഴി തിരുപ്പോരൂർ ചെന്നിട്ട് ചെങ്കൽപ്പേട്ട് വഴി NH-ലേക്ക് കയറാം. ഇപ്പം ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് വണ്ടല്ലൂർ കേളമ്പക്ക റോഡിലൂടെയാണ്. മാമ്പക്കത്ത് നിന്ന് വണ്ടല്ലൂരിലേക്ക് തിരിഞ്ഞ് വണ്ടല്ലൂർ ചെന്ന് നമ്മൾ NH-ലേക്ക് കയറും. അതുകൂടാതെ താമ്പരം വഴി വാ. വണ്ടല്ലൂർ എത്തിട്ടോ. റൈറ്റ് സൈഡിൽ കാണുന്നത് വണ്ടല്ലൂർ സൂ ആണ്. സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ സൂ ഒന്നാണ് വണ്ടല്ലൂർ സൂ. ഇപ്പൊ നമ്മള് NH-ലേക്ക് കയറാൻ പോവാണ്. അപ്പൊ നമ്മള് നാഷണൽ ഹൈവേയിലേക്ക് കയറിട്ടോ. നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന നാഷണൽ ഹൈവേ NH-32 ആണ് കേട്ടോ. NH-32 ഉളുന്തൂർപേട്ട വരെയാണ് നമ്മൾ പോകുന്നത്. അവിടുന്ന് നമ്മൾ സേലത്തേക്ക് തിരിയും. ഈ റോഡിന് GST റോഡ് എന്നൊരു പേര് കൂടി ഉണ്ട് കേട്ടോ. ഗ്രാൻഡ് സദേൺ ട്രങ്ക് എന്നാണ് അതിന്റെ പൂർണ്ണ രൂപം. ഇന്ന് ക്രിസ്മസിന് തലേ ദിവസമാണ് കേട്ടോ. അതുകൊണ്ട് അത്യാവശ്യം നല്ല ട്രാഫിക് ഞങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ ഭാഗത്ത് ഇപ്പൊ കാണുന്ന ട്രാഫിക് എപ്പോഴും ഉള്ളതാണ് കേട്ടോ. ഇവിടുന്ന് ചെങ്കൽപ്പേട്ട് വരെ അത്യാവശ്യം നല്ല ട്രാഫിക് എപ്പോഴും ഉണ്ടാവാറുണ്ട്. നമ്മളിപ്പോ ചെങ്കൽപ്പേട്ട് എത്താറായി. ചെങ്കൽപ്പേട്ടാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഇന്റഗ്രേറ്റഡ് ബിസിനസ് സിറ്റിയായ മഹേന്ദ്ര സിറ്റി സ്ഥിതി ചെയ്യുന്നത്. ഒരുപാട് IT കമ്പനികൾ ഉള്ളൊരു സ്ഥലമാണ് ഈ മഹേന്ദ്ര സിറ്റി എന്ന് പറയുന്നത്. അതൊരു വലിയൊരു ടൗൺഷിപ്പ് ആണ് കേട്ടോ. മഹേന്ദ്ര സിറ്റി പബ്ലിക് പ്രൈവറ്റ് ഓണർഷിപ്പിലാണ് പ്രവർത്തിക്കുന്നത്. മഹേന്ദ്ര ഗ്രൂപ്പും ടിഡ്കോയുമാണ് അതിന്റെ ഓണർഷിപ്പ്. ടിഡ്കോ തമിഴ്നാട് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ എന്നാണ് ടിഡ്കോയുടെ പൂർണ്ണ രൂപം. അപ്പൊ നമ്മൾ ഏകദേശം മഹേന്ദ്ര സിറ്റിയുടെ ഭാഗമാണ് എത്തിയിട്ടുള്ളത്. നമുക്കത് കാണാനൊന്നും പറ്റില്ല, ചെറിയൊരു കവാടം മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ. ഈ കാണുന്നതാണ് മഹേന്ദ്ര സിറ്റിയിലേക്ക് പോകുന്ന റോഡ്. കേരളത്തിലേക്കുള്ള യാത്രയിൽ നമ്മുടെ ആദ്യത്തെ ടോൾ ഗേറ്റ് എത്തിയിരിക്കുകയാണ്. നമ്മൾ തിരുപ്പോരൂർ വഴിയാണ് വരുന്നതെങ്കിൽ ഈ ടോൾ ഗേറ്റ് കഴിഞ്ഞിട്ടാണ് നമ്മൾ NH-ലേക്ക് കയറുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് ഈ ടോൾ ഗേറ്റ് ഒഴിവാക്കാം തിരുപ്പോരൂർ വഴിയാണ് വരുന്നതെങ്കിൽ. ഈ ടോൾ പ്ലാസയുടെ പേര് പരന്നൂർ ടോൾ പ്ലാസ എന്നാണ് കേട്ടോ. ചെങ്കൽപ്പേട്ട് കഴിഞ്ഞുള്ള ടോൾ പ്ലാസയാണ്. നമ്മൾ ചെന്നൈയിൽ നിന്ന് പുറപ്പെട്ട് 2ാമത്തെ ടോൾ പ്ലാസ എത്തി. ഈ ടോൾ പ്ലാസയുടെ പേര് ആത്തൂർ ടോൾ പ്ലാസ. ടോൾ പ്ലാസയുടെ സൈഡിലൊക്കെ എപ്പോഴും ഇങ്ങനെ മുല്ലപ്പൂ വിൽക്കുന്നവരും ഇങ്ങനെ കൊറിക്കുന്ന കടലയൊക്കെ വിൽക്കുന്നവരൊക്കെ കാണാം കേട്ടോ. I dare you to fix me. I'm crossing the line again, falling on my knees. നമുക്ക് ഈ GST റോഡിൽ വന്നിട്ട് പോണ്ടിച്ചേരി തിരിഞ്ഞു പോവാം കേട്ടോ. ദിണ്ടിവനം വഴി നമുക്ക് പോണ്ടിച്ചേരി പോവാം. സാധാരണ ചെന്നൈയിൽ നിന്ന് അധികം പേര് ചൂസ് ചെയ്യുന്നത് ECR റോഡാണ്, ഈസ്റ്റ് കോസ്റ്റ് റോഡാണ് പോണ്ടിച്ചേരി പോകാൻ വേണ്ടി. ഇപ്പൊ GST റോഡിലൂടെ വന്ന് നമുക്ക് ദിണ്ടിവനം വഴി പോണ്ടിച്ചേരി പോവാം. അപ്പൊ സമയം 8:30 അപ്പൊ ഞങ്ങള് കുറച്ച് സാൻഡ്വിച്ച് ആക്കി എടുത്തിട്ടുണ്ട് കുട്ടികൾക്ക് വേണ്ടി. പിന്നെ കോഫി ഉണ്ടാക്കിക്കൊണ്ട് വന്നിട്ടുണ്ട്. അപ്പൊ അതെല്ലാം ഒന്ന് കഴിക്കുകയോ കുടിക്കുകയോ ഒക്കെ ചെയ്തിട്ട് ബാക്കി യാത്ര പോവാം. അതെ, പിള്ളേര് ഉറങ്ങുമായിരുന്നു ഇത്രയും നേരം. മിന്നു ഉറങ്ങുമായിരുന്നു, പോളി ഉറങ്ങുമായിരുന്നു. ഞാൻ ഉറങ്ങായിരുന്നില്ല. ഡ്രൈവർ ഉറങ്ങുമല്ലായിരുന്നു, ഞാനും ഉറങ്ങുമല്ലായിരുന്നു.
അപ്പൊ നമുക്ക് കഴിക്കാം. മിന്നുവിന് എന്നാ വേണ്ടേ? സാൻഡ്വിച്ച് വേണോ? ചായ വേണോ? കോഫിയാ വേണോ? വീട്ടിൽ നിന്ന് കോഫി ഉണ്ടാക്കിക്കൊണ്ട് വന്നതാ. ഞങ്ങൾ സാൻഡ്വിച്ച് കഴിച്ചു. ഇവിടെ ഈ സൈഡിലല്ലേ കുറെ പേര് വണ്ടി നിർത്തിയിട്ടുണ്ട് കേട്ടോ. KL രജിസ്ട്രേഷൻ വണ്ടി. അപ്പൊ ഞങ്ങളെ പോലെ നാട്ടിലേക്ക് പോണവരാന്ന് തോന്നണം. പൊതുവെ ഞങ്ങള് ഭക്ഷണം എടുക്കാറില്ല. മെയിൻ കാരണം നമുക്ക് എവിടെയെങ്കിലും റെസ്റ്റ് റൂം യൂസ് ചെയ്യേണ്ടി വരും. അപ്പൊ ഭക്ഷണം എടുത്തു കഴിഞ്ഞാൽ പിന്നെ റെസ്റ്റ് റൂമിന് വേണ്ടി മാത്രം കയറേണ്ടി വരില്ലേ റെസ്റ്റോറന്റുകള്. അപ്പൊ ഇന്ന് ഓർത്ത് എന്തായാലും ഇത്രയും നേരം കണ്ടിന്യൂസ് ഡ്രൈവ് ചെയ്ത് പോകാനുള്ളതല്ലേ. അപ്പൊ ഒരു രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള സമയം ലാഭിക്കാന്ന് ഓർത്താണ് എടുത്തിട്ട് വന്നത്. നാട്ടിലൊക്കെ ഇങ്ങനെ ട്രിപ്പൊക്കെ പോകുമ്പോ ഇടുക്കി അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഹൈ റേഞ്ചിലൊക്കെ പോകുമ്പോൾ നമ്മള് റോഡിന്റെ സൈഡിലൊക്കെ നിർത്തി ഭക്ഷണമൊക്കെ കഴിക്കില്ല, കാഴ്ചകളൊക്കെ ഉണ്ട്. അങ്ങനെ ഇവിടെ കഴിക്കാൻ പറ്റില്ല കേട്ടോ. ഇവിടെ റോഡിന്റെ മിക്ക സ്ഥലങ്ങളും വൃത്തികേടാണ്. അപ്പൊ നമുക്ക് പുറത്തിറങ്ങിയിരുന്ന് ഭക്ഷണം ഒന്നും കഴിക്കാൻ പറ്റില്ല. പിന്നെ ഈച്ചയുടെ ശല്യമുണ്ട്. അപ്പൊ കാറിനുള്ളിൽ തന്നെ ഇരുന്ന് കഴിക്കേണ്ടി വരും. അപ്പൊ അതൊരു അസൗകര്യമായിരിക്കും ചിലപ്പോൾ പിള്ളേരെ കൊണ്ടൊക്കെ വരുമ്പോ. അപ്പൊ നിങ്ങളിങ്ങനെ ട്രാവൽ പോകുമ്പോൾ ഭക്ഷണം കയ്യിലെടുക്കുവാണെങ്കിൽ അങ്ങനെ കഴിക്കാൻ പറ്റിയ സ്ഥലങ്ങളൊന്നും ഒരുപാടൊന്നും ഇല്ല ഇവിടെ, പ്രത്യേകിച്ച് ചെന്നൈന്ന് കേരളത്തിലേക്ക് വരുന്ന വഴിക്ക്. അപ്പൊ അതുകൂടി ഒന്ന് പറയുകയാണ് കേട്ടോ. എല്ലാരും തന്നെ കാറിനുള്ളിൽ ഇരുന്നാ കഴിക്കുന്നത്. ഞങ്ങളിപ്പോ കണ്ട എല്ലാരും അങ്ങനെ തന്നെ കഴിക്കണേ. നമ്മളെങ്ങനെ മൂന്നാമത്തെ ടോൾ പ്ലാസ, ചെന്നൈന്ന് പുറപ്പെട്ടിട്ടുള്ള മൂന്നാമത്തെ ടോൾ പ്ലാസ എത്തിയിട്ട് വിക്രവാണ്ടി ടോൾ പ്ലാസ എന്നാണ് ഈ ടോൾ പ്ലാസയുടെ പേര്. ഞങ്ങള് പ്രതീക്ഷിച്ച പോലെ ഭയങ്കര തിരക്കൊന്നുമില്ല കേട്ടോ റോഡില്. ഞങ്ങൾ ഓർത്ത് ടോളിലൊക്കെ ഭയങ്കര തിരക്കായിരിക്കും നാളെ അവധി ആയതുകൊണ്ടെന്നൊക്കെ വിചാരിച്ചു. നാളെ ക്രിസ്മസ് ആയതുകൊണ്ട്. ഞങ്ങളിപ്പോ വിളുപുറം എത്തിട്ടോ. വിളുപുറത്ത് ചെറിയൊരു ട്രാഫിക് കൺജഷൻ കാണുന്നുണ്ട് കേട്ടോ. എന്താ സംഭവം എന്നറിയില്ല. ഈ ഒരു സൈഡേ ഉള്ളൂ, അങ്ങോട്ടേക്ക് മാത്രമേ ഉള്ളൂ. ഇങ്ങോട്ടേക്ക് റോഡ് ഫ്രീ ആയിട്ടാണ് കിടക്കുന്നത്. Deep within, here we go, but somehow I'm caught in the middle. Is this the end before we've even begun? ചില നെല്ല് വിളഞ്ഞു നിൽക്കുന്നുണ്ട് കേട്ടോ. ചിലത് കതിരിട്ടിട്ടില്ല. ചിലത് ഞാറ് നട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ നാട്ടിലെ പോലെ 3 സീസൺ ആയിട്ടല്ലാന്ന് തോന്നണോ. അടുത്തടുത്ത് ചിലയിടത്ത് ഞാറ് നട്ടുകൊണ്ടിരിക്കുന്നതിന്റെ സൈഡിൽ തന്നെ കൊയ്യാറായ നെല്ലും ഉണ്ട്. ഞങ്ങളിത് അടുത്ത ടോൾ പ്ലാസ എത്തി. സെങ്കുറിച്ചി ടോൾ പ്ലാസയാണ് കേട്ടോ. സെങ്കുറിച്ചി ടോൾ പ്ലാസ എനിക്ക് 55 രൂപ. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ടോൾ പ്ലാസയാണ്. അതിന് കാരണം ഇവിടെ കുറെ ഫ്രൂട്ട്സ് ഒക്കെ വിൽക്കാൻ വെക്കാറുണ്ട്. പക്ഷെ ഇപ്പൊ ഒന്നും കാണുന്നില്ല. ഇവിടെ പേരക്കയും ചക്കപ്പഴവും കരിക്കും ഒക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ സാധാരണ ചെന്നൈക്ക് പോകുമ്പോഴാണ് മേടിക്കാറ്. നാട്ടിലേക്ക് പോകുമ്പോൾ ഞങ്ങൾ മേടിക്കാറില്ല. നാട്ടിൽ ഈ പേരക്കയൊക്കെ ഉണ്ടല്ലോ ഇഷ്ടം പോലെ. ഉളുന്തൂർപേട്ടേന്ന് നമ്മൾ സേലം ഭാഗത്തേക്ക് തിരിയാൻ പോവാണ് കേട്ടോ. നമ്മൾ ഇവിടുന്ന് റൈറ്റ് എടുത്തിട്ട് സേലത്തിന് തിരിയും. നേരെ പോയാൽ തൃച്ചി മധുരൈ. അപ്പൊ നമ്മള് തിരിയാണ്. ഈ ഉളുന്തൂർപേട്ട കഴിഞ്ഞ് ടോളൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതുപോലെ ഒരു ഓവർ ബ്രിഡ്ജ് വരും. അതിന്റെ താഴെ കൂടെ തിരിഞ്ഞ് നമ്മള് സേലം ഉളുന്തൂർപേട്ട റോഡിലേക്ക് കയറി. ഈ കയറുന്ന ഭാഗത്ത് തന്നെ ഇവിടെ കുറച്ച് റെസ്റ്റോറന്റുകളൊക്കെ ഉണ്ട് കേട്ടോ. ഒരു റെസ്റ്റോറന്റും പിന്നെ ചെറിയൊരു ഷോപ്പും ഒക്കെ ആയിട്ടുണ്ട്. പിന്നെ ഇങ്ങോട്ടേക്ക് കയറി വരുമ്പോൾ ഇപ്പൊ കുറച്ച് ദൂരം നമുക്ക് ഡിവൈഡർ ഇല്ലാത്ത റോഡാണ്. പിന്നെ പെട്ടെന്ന് നമ്മൾ ഡിവൈഡർ കാണും. അപ്പൊ നമ്മൾ രാത്രിയൊക്കെ വരുമ്പോൾ വളരെ സൂക്ഷിച്ചു വരിക. കാരണം ഇടയ്ക്ക് ഡിവൈഡർ ഉണ്ടാവും, ഇടയ്ക്ക് ഡിവൈഡർ ഉണ്ടാവില്ല. അപ്പൊ സൂക്ഷിച്ചു വരിക കേട്ടോ. വീരചോളപുരം ടോൾ പ്ലാസ. ഇപ്പൊ നമ്മൾ പാസ് ചെയ്ത് വീരചോളപുരം ടോൾ പ്ലാസ അങ്ങനെയാണ് അവിടെ എഴുതിയിരുന്നത്. പക്ഷെ അതിന് കള്ളക്കുറിച്ചി ടോൾ പ്ലാസ എന്നൊരു പേര് കൂടി ഉണ്ട് കേട്ടോ. ഇവിടെ റോഡിന്റെ സൈഡിൽ ചോളം ഉണക്കാനിട്ടിരിക്കുന്നുണ്ടോ? റോഡിന്റെ സൈഡിൽ ഇട്ടിരിക്കുക. ഞങ്ങൾ കഴിഞ്ഞ ഒരു 8 വർഷമായിട്ട് കാറിനാണ് നാട്ടിലേക്ക് പോവാ. അപ്പൊ ഈ റോഡിലെ കാഴ്ചകൾ ഞങ്ങൾക്ക് വലിയ പുതുമയൊന്നും ഇല്ല. എല്ലാ തവണയും പോകുമ്പോൾ ആദ്യമായിട്ട് പോകുന്നവർക്ക് ഇങ്ങനെ കാഴ്ചകളൊക്കെ പുതുമയായിരിക്കും. കാരണം 2 സൈഡിലും കൃഷിയൊക്കെ ഉണ്ട്, അതൊക്കെ കാണാം. പിന്നെ കേരളത്തിന്റെ തന്നെ കുറച്ച് വ്യത്യസ്തമായ ഒരു ടെറൈൻ ആണല്ലോ. അപ്പൊ അതൊക്കെ ഒന്ന് ആസ്വദിച്ച് യാത്ര ചെയ്യാം. റോഡിന് 2 സൈഡിലും ചോളം അവർ ഉണക്കാനിട്ടിരിക്കുക. നല്ല രസമുണ്ടിട്ട് കാഴ്ചയാണ്.
വഴി നിറയെ ചോള ഇട്ടിരിക്കുകയെന്ന് പറഞ്ഞില്ലേ, അപ്പം ഞങ്ങൾ ഇവിടെ ചോളം ഉണക്കായിട്ടിരിക്കുന്നതെന്ന് കാണിക്കാൻ കൊണ്ടുവന്നത് മിന്നുവിന്. ഇതുണ്ടോ ചോളം കണ്ടോ? ഉണങ്ങിയിട്ടില്ല. അതൊന്നും ആവില്ല. ഇപ്പൊ വണ്ടി കയറി പോയിട്ടും അതിലൊന്നും ആയിട്ടില്ല, ചോളത്തിന് പൊട്ടിയിട്ടില്ല. ഈ ട്രാക്ടറിന്റെ അറ്റത്ത് പിടിച്ചോണ്ട് പോണ ഈ ചേട്ടനുണ്ടല്ലോ, ഈ ചേട്ടൻ്റെയാണ് ഈ ചോളം മൊത്തട്ട 3 ഏക്കർ ചോള കൃഷി ഉണ്ടെന്നാ പറഞ്ഞ ചേട്ടന്. ഇത് അവിടെ കൃഷി ചെയ്യുന്ന സ്ഥലത്ത് തന്നെ അവരിങ്ങനെ ഒരു മെഷീൻ വെച്ചിട്ട് ചോളം സെപ്പറേറ്റ് ചെയ്തെടുക്കും, എന്നിട്ട് ഇവിടെ കൊണ്ടുപോയി ബാക്കി ഉണക്കും. ഞങ്ങൾ അവിടെ നിന്ന് ചോളമൊക്കെ കണ്ട് വണ്ടി കയറുമ്പോൾ പോളിയോട് പറഞ്ഞു, പോളി ഇതാണ് ശരിക്കുള്ള കൃഷിക്കാര്, ഇവരൊക്കെ ഇങ്ങനെ പണിയെടുക്കുന്നതുകൊണ്ടാണ് നമ്മൾ ഫുഡ് കഴിക്കുന്നതെന്നൊക്കെ പറഞ്ഞപ്പോൾ പോളി പറഞ്ഞു എന്നാൽ എൻ്റെ കയ്യിലിരിക്കുന്ന ഒരു ചോക്ലേറ്റ് അവർക്ക് കൊടുത്തിട്ട് പറ്റുന്നത്. അതിന് ഞങ്ങൾ പോയി ഒരു ചോക്ലേറ്റ് കൊടുത്ത്. അപ്പോൾ അവരോട് കുറച്ച് നേരോട് വർത്താനം പറഞ്ഞു ഞാനും പോളി. അപ്പോൾ ആ തൈ എടുത്തിട്ട് പോയിട്ട് കാര്യമില്ല, ചിലപ്പോൾ അവിടെ ചിലപ്പോൾ വാടിയൊക്കെ പോകും, ചീത്തയായി ചിലപ്പോൾ പിടിക്കത്തില്ല. നിങ്ങൾ ഒരു പിടി ചോളം എടുത്തിട്ട് പോയിട്ട് ഉണക്കിയിട്ട് പാകിക്കോ, ഉറപ്പായിട്ടും ഉണ്ടാവും നമ്മുടെ ക്ലൈമറ്റിൽ എന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ ഒരു പിടി ചോളം എടുത്തിട്ടുണ്ട്. അപ്പം അമ്മച്ചിക്ക് കൊണ്ടേ കൊടുക്കാം, അമ്മച്ചി അവിടെ നടട്ടെ. പിന്നെ ഇത് സ്വീറ്റ് കോൺ അല്ല കേട്ടോ, നമ്മള് കടയിൽ നിന്ന് വാങ്ങണ മധുരമുള്ള ചോളയില്ല, അതല്ലാന്ന് പറഞ്ഞു. അതെ, ഇത് കോൺഫ്ലോർ ഉണ്ടാക്കുന്ന ചോളാണ്, ഇതിന് മധുരം ഇല്ല. അപ്പൊ ഞങ്ങക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ തവണത്തെ ട്രാവൽ. അല്ലെങ്കിൽ ഞങ്ങക്ക് ഭയങ്കര മടുപ്പായിരിക്കും അല്ലേ, എപ്പോഴും ഒരേ റൂട്ട്, ഞങ്ങൾ എന്നും കാണുന്ന കാഴ്ചയല്ല. പക്ഷേ ഈ തവണ നമ്മൾ ഒരു തിരക്കും ഇല്ലാണ്ട് വളരെ ഫ്രീ ആയിട്ട് ട്രാവൽ ചെയ്യാന്ന് വിചാരിച്ചിരിക്കുകയാണ്. അപ്പൊ ഇത്ര മണിക്ക് പുറപ്പെടണമെന്നോ അല്ലെങ്കിൽ ഇത്ര മണിക്ക് എത്തണമെന്നോ ഒരു നിർബന്ധമില്ല, വളരെ ഫ്രീ ആയിട്ട് പിള്ളേരായിട്ട് വളരെ സന്തോഷമായിട്ട്. അപ്പൊ നമ്മൾ അടുത്ത ഒരു ടോൾ പ്ലാസ എത്തി, നാത്തക്കര ടോൾ പ്ലാസയാണേ. ടോൾ പ്ലാസകളുടെ സൈഡിലും ടോയ്ലറ്റ് സൗകര്യമുണ്ട്, കുഴപ്പമില്ലാത്ത ടോയ്ലറ്റുകളാണ്. ഞാൻ ഒരു തവണ യൂസ് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം നാട്ടിലേക്ക് വന്നപ്പോൾ, അപ്പോൾ വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. ഞങ്ങൾ സേലം എത്തി. ഇപ്പൊ സമയം 12:30. അപ്പൊ ഇവിടെ സെൽവിമസ് എന്ന് പറയുന്ന ഒരു റെസ്റ്റോറൻറ്റിലാണ് ഫുഡ് കഴിക്കാൻ വന്നത്. മുമ്പ് ഒരിക്കലും വന്ന് കഴിച്ചപ്പോൾ ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പൊ ഇവിടെ തന്നെ ഇന്ന് കഴിക്കാന്ന് വെച്ചു. അപ്പൊ അവരുടെ പാർക്കിങ്ങിൽ വണ്ടി പാർക്ക് ചെയ്തു. ഇവിടെ ഇഷ്ടം പോലെ സ്ഥലമുണ്ട് കേട്ടോ വണ്ടി പാർക്ക് ചെയ്യാൻ. അപ്പൊ പോയി ഫുഡ് കഴിക്കാൻ. നോൺ വെജ് റെസ്റ്റോറന്റ് ആണേ. ഞങ്ങളൊരു ചിക്കൻ ബിരിയാണി ഒരു മട്ടൻ ബിരിയാണി ആട്ടോ മേടിച്ചിരിക്കുന്നത്. അപ്പം കഴിക്കട്ടെ, ഇവിടെ നല്ല തിരക്കാണ്. ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് ഇപ്പം അതേ ജസ്റ്റ് വണ്ടി കയറിയുള്ളൂ. ഏകദേശം 3/4 മണിക്കൂർ എടുത്തു കേട്ടോ ഫുഡൊക്കെ കഴിച്ച് കയറാൻ. അപ്പോൾ നിങ്ങൾ കണ്ട പോലെ ഞങ്ങൾ ബിരിയാണിയാണ് ഓർഡർ ചെയ്തത്. ഇവിടെ പിന്നെ ബിരിയാണി മീൽസ് മാത്രമേ ഉള്ളൂ ഈ സമയത്ത്. വൈകുന്നേരം വരുവാണെങ്കിൽ ഇഡ്ഡലി നല്ല ചിക്കൻ്റെ ഗ്രേവിയൊക്കെ കിട്ടും. ഞങ്ങൾ മുമ്പ് ഒരു ദിവസം വന്നപ്പോൾ അതാ കഴിച്ചത്. അപ്പം ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു. നമുക്ക് പാട്ടിടണമെന്ന്. അപ്പൊ ഈ വഴി നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ സെൽവി മെസ്സിൽ ഒന്ന് കയറുക. ഈ പറഞ്ഞ പോലെ ബിരിയാണി മീൽസ് മാത്രമേ ഉള്ളൂ കേട്ടോ, വേറെ ഒന്നും എക്സ്പെക്ട് ചെയ്ത് വരരുത്. പിന്നെ റെസ്റ്റോറൻറ്റിൽ ഫുഡ് കഴിക്കാൻ കയറുമ്പോൾ എല്ലാവരും അന്വേഷിക്കുന്ന കാര്യമാണ് റെസ്റ്റ് റൂംസ് എങ്ങനെയാണെന്ന്. റെസ്റ്റ് റൂംസ് നല്ലതായിരുന്നു കേട്ടോ, ഇന്ത്യൻ ടോയ്ലറ്റ്സ് ആയിരുന്നു, നല്ലതായിരുന്നു, നല്ല വൃത്തി ഉണ്ടായിരുന്നു. അപ്പൊ സെൽവി മെസ്സിന്ന് ബിരിയാണി കഴിച്ചിട്ട് ഇറങ്ങാൻ നോക്കുമ്പോൾ അത് റോഡിൽ ഭയങ്കര ബ്ലോക്കാണ്. ബ്ലോക്കല്ല, അവിടെ സിഗ്നലാണ് കേട്ടോ. അപ്പൊ നമ്മളിത് റോഡിലേക്ക് കയറുന്നു. സെൽവി മെസ്സിന്റെ മുമ്പിലുള്ള ഒരു ജംഗ്ഷൻ ഉണ്ട്, അത് മുന്നോട്ട് വരുമ്പോൾ ആ ജംഗ്ഷനിൽ നമ്മൾ സ്ട്രെയിറ്റ് ആട്ടോ എടുക്കേണ്ടത്. നമ്മളൊരു റൗണ്ട് അബൌട്ട് എത്തി, അവിടെ നിന്ന് ലെഫ്റ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ, കോയമ്പത്തൂർ ഈ റോഡ് എന്ന്. പക്ഷെ നമ്മൾ ആ വഴി എടുക്കുന്നില്ല, നമ്മൾ ഇവിടുന്ന് സ്ട്രെയിറ്റ് ആണ് പോകുന്നത് കേട്ടോ. ഗൂഗിൾ മാപ്പ് ആ വഴിയെ തിരിയാൻ പറയുന്നത്. അത് സിറ്റിയുടെ അകത്തോടെ പോകുന്ന വഴിയാണ്, അതുകൊണ്ടാണ്
ദൂരം കുറവ് അതായിരിക്കും, പക്ഷെ ഞങ്ങൾ ഇതാകുമ്പോൾ കുറച്ചുകൂടെ നമുക്ക് ഫ്രീ ആയിട്ട് പോകാൻ പറ്റും. ആ സർക്കിളിന്റെ അവിടെ നിന്ന് സ്ട്രെയിറ്റ് എടുത്ത് കുറച്ച് ദൂരം വരുമ്പോൾ നമുക്ക് ഹൈവേയിലേക്ക് കയറാനുള്ള സൈൻ ബോർഡ് കാണിക്കും. അപ്പോൾ ലെഫ്റ്റ് മോസ്റ്റ് ലൈൻ എടുക്കണം. നമ്മൾ സെൻട്രൽ ലൈൻ എടുത്തു കഴിഞ്ഞാൽ ബാംഗ്ലൂർ ഡയറക്ഷനിലേക്ക് പോകും. അങ്ങനെ ഇപ്പോൾ അതേ ഹൈവേയിലേക്ക് നമ്മൾ കയറി. നമ്മൾ അവിടെ ഹൈവേന്ന് കയറി കുറച്ച് കഴിയുമ്പോൾ ഒരു A2B ഉണ്ട് കേട്ടോ. അപ്പോൾ വെജിറ്റേറിയൻ ആണെങ്കിൽ അതൊരു നല്ലൊരു ഓപ്ഷൻ ആണ് കേട്ടോ. ഞങ്ങൾ മുമ്പ് അവിടെ നിന്ന് ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. കുറച്ച് മുന്നോട്ടേക്ക് വരുമ്പോൾ ഒരു ഫ്ലൈ ഓവറിന്റെ വർക്ക് നടക്കുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് ഇവിടെ കുറച്ച് ട്രാഫിക് കൺജഷൻ ഉണ്ട്. നമ്മളിപ്പോ സേലം കൊച്ചി ഹൈവേയിലെ കുമാരപാളയം ടോൾ പ്ലാസ എത്തിട്ടോ. ടോൾ പ്ലാസയുടെ തൊട്ട് മുമ്പ് ഒരു ശ്രീ ശരവണ ഭവൻ എന്ന് പറഞ്ഞ ഒരു റെസ്റ്റോറന്റ് ഉണ്ട്. ഒരു അത്യാവശ്യം വലിയ റെസ്റ്റോറന്റ് ആണ്. അതിനോട് ചേർന്ന് തന്നെ ഒരു ഇലക്ട്രിക് കാർ ചാർജിങ് സ്റ്റേഷൻ ഞങ്ങൾ കണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഈ വഴിക്ക് വരുന്നവർക്ക് അത് ഉപകാരപ്പെടും, ഇലക്ട്രിക് കാർ ഉള്ളവർക്ക്. കുമാരപാളയം ടോൾ പ്ലാസ കഴിഞ്ഞ് കുറച്ചോട്ട് മുന്നോട്ടേക്ക് വന്നു കഴിയുമ്പോൾ ഇവിടെ ഒരു ഫ്ലൈ ഓവറിന്റെ വർക്ക് നടക്കുകയാണ്. അപ്പൊ നമ്മളിപ്പോ സർവീസ് റോഡിൽ കൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ അത്ര കൺജഷൻ ഒന്നുമില്ല, ട്രാഫിക് കൺജഷൻ ഒന്നുമില്ല കേട്ടോ. I've been lying to myself. No, I need to get some help. Hoping you could save me, baby. അപ്പൊ ടോള് കൊടുത്ത് കുറച്ചെങ്കിൽ മുന്നോട്ട് വന്നു, ഒരു 5-6 കിലോമീറ്റർ എത്തി കാണും. അപ്പൊ വീണ്ടും ഒരു റോഡ് ഡൈവേർഷൻ വന്നു. ഇവിടെ ഒരു ഫ്ലൈ ഓവറിന്റെ വർക്ക് നടക്കുവാണ് കേട്ടോ. അപ്പൊ അടുത്ത ടോൾ പ്ലാസ എത്തി. യാത്രയിൽ മുഴുവൻ ടോൾ പ്ലാസ ഉള്ളൂ എന്ന് ചോദിക്കരുത്, കാരണം ഈ റോഡ് മൊത്തം ടോൾ പ്ലാസ തന്നെയാണ്. നമ്മളിങ്ങനെ യാത്ര ചെയ്ത് ഒരു 3/4 മണിക്കൂർ യാത്ര ചെയ്യുമ്പോൾ ഒരു ടോൾ പ്ലാസ. ഇത് തന്നെ സംഭവം. അപ്പൊ കാറിന്റെ നാട്ടിൽ പോവാ, പെട്രോളിന്റെ വില, ടോളിന്റെ കാശ്, ഇതെല്ലാം കൂടെ ചേർക്കുമ്പോൾ നല്ലൊരു എമൗണ്ട് ആവും. ഏറ്റവും കാശ് കൂടിയ ടോളാണ്, 100 രൂപയാണ് ടോളിന്റെ ചാർജ്. ഇപ്പൊ സമയം 3:30 ആയിട്ടുണ്ട്. ഞങ്ങള് കോയമ്പത്തൂർ എത്താറായിട്ടുണ്ട്. ഇനി ഞങ്ങൾക്ക് ഒരു 200 കിലോമീറ്റർ 4.5 മണിക്കൂർ കാണിക്കുന്നുണ്ട്. 8 മണിക്ക് എത്തും എന്നാട്ടോ കാണിക്കുന്നത്. അപ്പൊ ഇനിയുള്ള പരിപാടി എന്ന് വെച്ചാൽ തമിഴ്നാട് കടക്കുന്നതിന് മുമ്പ് ഞങ്ങൾക്ക് പെട്രോൾ അടിക്കണം. അപ്പൊ പെട്രോൾ അടിക്കണം, പിന്നെ ഒരു കോഫിയും കുടിക്കണം. എന്നിട്ട് പിന്നെ ഞങ്ങൾ എവിടെ സ്റ്റോപ്പ് ചെയ്യണ്ടെന്ന് വിചാരിക്കണേ. അങ്ങനെയാണെങ്കിൽ 8 മണിയാകുമ്പോൾ മൂവാറ്റുപുഴ എത്തും. കൊച്ചി സേലം ഹൈവേയിലെ L&T റോഡാണ് കേട്ടോ ഇത്. ഈ റോഡ് കുറച്ച് നാരോ ആണ്, പിന്നെ ഡിവൈഡറും ഇല്ല. അതുകൊണ്ട് രാത്രി വരുമ്പോൾ കുറച്ച് സൂക്ഷിക്കണം ഇവിടെ. അങ്ങനെ സക്സസ്ഫുള്ളി ഫുൾ ടാങ്ക് പെട്രോൾ അടിച്ചിട്ടുണ്ട്. ഇവിടെ പെട്രോളിന് ലിറ്ററിന് 101.84 അതാണ് ഇന്ന് ഇവിടുത്തെ വില. അപ്പൊ ടാങ്ക് ഫുള്ളാക്കി. തമിഴ്നാട്ടിൽ സ്റ്റാലിൻ അധികാരത്തിൽ വന്നതുകൊണ്ട് സ്റ്റേറ്റ് ടാക്സ് കുറച്ചായിരുന്നു. അതുകൊണ്ടാണ് തമിഴ്നാട്ടിൽ പെട്രോളിന് വില കുറവ്. നമുക്ക് പെട്രോൾ ഉണ്ടായിരുന്നു കേട്ടോ നാട്ടിൽ വരെ എത്താൻ, പക്ഷേ ഉണ്ടായിരുന്നു. അത് ടാങ്ക് ഫുള്ളാക്കി. നമുക്ക് നാട്ടിൽ ഓടാനുള്ള പെട്രോളിനോട് ഇവിടെ ഇനി തിരിച്ചു പോകുമ്പോ പാലക്കാട് വരെയുള്ള പെട്രോളേ ഞങ്ങൾ അടിക്കുള്ളൂ. തിരിച്ചു വന്ന് ഇവിടുന്ന് ബാക്കി അടിക്കുന്നത്. അത് തന്നെ. കോയമ്പത്തൂരിലെ L&T ടോൾ റോഡിൽ 45 രൂപയുടെ ഒരു ടോൾ ഉണ്ട്. ആ ടോൾ എടുത്ത് നമ്മൾ 6 ടോൾ ഗേറ്റുകൾ പാസ് ചെയ്യണം. ഒന്നാമത്തെ ടോൾ ഗേറ്റിൽ ആളുണ്ടായിരുന്നില്ല. ഇത് രണ്ടാമത്തെ ടോൾ ഗേറ്റ് ആണ് കേട്ടോ. ഇതുപോലെ 4 ടോൾ ഗേറ്റുകൾ നമ്മൾ പാസ് ചെയ്യണം. 45 രൂപയുടെ ടോൾ കിടത്ത് 100 മീറ്റർ കഴിഞ്ഞ് വീണ്ടും കിടക്കണം. ഇതാണ് അവസ്ഥ. എല്ലാ തവണ നമ്മൾ നല്ല സുഖമായിട്ട് ഇങ്ങനെ ഡ്രൈവ് ചെയ്ത് വന്ന ഇവിടെ എത്തുമ്പോ ഇങ്ങനെ മുഴുവൻ കഴിഞ്ഞ് പോകും. ടോൾ നമ്പർ 2. അങ്ങനെ ഞങ്ങൾ ഇതാ കോഫി കുടിക്കാൻ വണ്ടി നിർത്തിയിരിക്കുകയാണ്. ഇനി അവിടെ അടുത്ത 3 ട്രോളി കിടക്കാനുള്ള ആരോഗ്യം വേണം. ആരോഗ്യമല്ല, ഒരു എന്താ പറയാ, ക്ഷമ വേണം. അതിനൊരു കോഫി അത്യാവശ്യമാണ്. അപ്പൊ നമ്മൾ ചെന്നൈയിൽ നിന്ന് പുറപ്പെട്ടിട്ട് 500 കിലോമീറ്റർ ആയി. ഡ്രൈവറിന് എങ്ങനെയുണ്ടായിരുന്നു യാത്ര? ഇതുവരെ കുഴപ്പമില്ലായിരുന്നു. ഇനിയാണ് നമ്മുടെ കുഴപ്പം പിടിച്ച ദുർഘട പാതയിലേക്ക് കിടക്കാൻ പോകുന്നത്. വാളയാറ് കഴിയും. അവിടെ കാലടിയിലൊക്കെ ബ്ലോക്ക് വെയിറ്റ് ചെയ്തിരിപ്പുണ്ടെന്നാ കേട്ടത്. വേഗം കേരളം എത്താറായതുകൊണ്ട് കുറച്ച് പച്ചപ്പും ഹരിതാപയൊക്കെ ഇങ്ങനെ കൂടി വരുന്നുണ്ട് കേട്ടോ. ഇത്ര നേരം കണ്ടത് കൃഷിഭൂമിയായിരുന്നു, പക്ഷെ ഇത്രയും പച്ചപ്പുണ്ടായിരുന്നില്ല. അപ്പൊ ഈ പച്ചപ്പൊക്കെ ഇങ്ങനെ കൂടി വരുന്നു. കേരളം ഇതാ എത്തുന്നു. നമ്മളങ്ങനെ 3ാമത്തെ ടോൾ എത്തിട്ടോ. ആ 45 രൂപയുടെ 3ാമത്തെ ടോൾ, 4ാമത്തെ ടോൾ പ്ലാസ. ഇത് പൂട്ടിപ്പോയി. ആദ്യത്തെയും പൂട്ടിപ്പോയായിരുന്നു കേട്ടോ. തമിഴ്നാട്ടിൽ നിന്ന് ഇറങ്ങി കേരളത്തിലേക്ക് കയറുവാണ്. അങ്ങനെ ഞങ്ങൾ കേരളത്തിലേക്ക് കയറുകയാണ്. ഇവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട് കേട്ടോ, വെൽക്കം ടു കേരള. അങ്ങനെ ഞങ്ങൾ കേരളത്തിലേക്ക് കടന്നു. കഴിഞ്ഞ പ്രാവശ്യം വരുമ്പോൾ ഇവിടെയൊക്കെ ചെക്കിംഗ് ഉണ്ടായിരുന്നു. കഴിഞ്ഞ കൊല്ലം ഞങ്ങൾ കേരളത്തിലേക്ക് വന്നപ്പോൾ കോവിഡിന്റെ പീക്ക് സമയമായിരുന്നല്ലോ. അപ്പൊ 4 മണിക്കും 6 മണിക്കും ഇടയ്ക്ക് ബോർഡർ കടക്കാനായിരുന്നു.
ചേട്ടൻ പറയുന്നത് ഹോൺ അടിക്കാതിരുന്നപ്പോ കുറെ സ്ട്രെസ് റിലീഫ് പോലെ തോന്നി, ഭയങ്കര ഒരു സന്തോഷം തോന്നി എന്നൊക്കെ. നമുക്ക് തിരക്കില്ല, അങ്ങനെയാക്കി മതി. അങ്ങനെയാണ്. അപ്പൊ ഈ പറഞ്ഞ പോലെ സ്പീഡ് ചിലർ കത്തിച്ച് വിടുന്നുണ്ട്. പല KL രജിസ്ട്രേഷൻ വണ്ടികൾ നാട്ടിൽ പോണേയായിരിക്കും, വീട്ടിലേക്ക് ഓടി എത്താൻ വേണ്ടി പോണേയായിരിക്കും ക്രിസ്മസിന്. പക്ഷെ നമ്മൾ അത്രയും സ്പീഡിന് ഓടിച്ചാൽ മാക്സിമം നമ്മൾ 1 മണിക്കൂർ നേരത്തെ പലരും ഓവർടേക്ക് ചെയ്ത് കയറി പോകുന്ന കാണും. കുറച്ച് കഴിയുമ്പോൾ അടുത്ത ബ്ലോക്കിൽ നമ്മൾ അവരുടെ തൊട്ട് പുറകെ എത്തും. അതെ, അടുത്ത ബ്ലോക്ക് അല്ല, അടുത്ത ടോൾ പ്ലാസയിലായിരിക്കും. ടോൾ പ്ലാസയിൽ അല്ലെങ്കിൽ എവിടെയെങ്കിലും ചെറിയ വലിയ ലോറികളുടെ പുറകിൽ ചെന്ന് അവർ വിടും, നമ്മൾ അവരൊപ്പം എത്തുകയും ചെയ്യും. അപ്പൊ ഒത്തിരി സ്പീഡിലൊന്നും പോകേണ്ട കാര്യമില്ല. 1 മണിക്കൂർ നേരത്തെ ചെന്നിട്ട് പ്രത്യേകിച്ച് അവിടെ വല്ല കാര്യമുള്ളതായിട്ട് ഞങ്ങൾക്ക് തോന്നിയിട്ടില്ല. ഞങ്ങൾ സ്പീഡിന് ഈ പറഞ്ഞ 100 കിലോമീറ്റർ ഒക്കെ നമുക്ക് സ്പീഡ് ലിമിറ്റ് ഞങ്ങൾ പോയിട്ടുണ്ട്. പക്ഷെ ഞങ്ങൾക്ക് വലിയ ടൈം ഡിഫറൻസ് ഒന്നും ഒരിക്കലും തോന്നിയിട്ടില്ല. അതുകൊണ്ട് കുറെ കാലമായിട്ട് ഞങ്ങൾ ഒരിക്കലും സ്പീഡിൽ എടുക്കാറില്ല. 90, 85 ആ ഒരു സ്പീഡിനാണ് ഞങ്ങൾ പോകാറുള്ളൂ. അപ്പൊ പിന്നെ ഒരു കാര്യം കൂടെ, നാട്ടിൽ കുട്ടികളെ കൊണ്ട് യാത്ര ചെയ്യുമ്പോൾ നാട്ടിലേക്ക് അല്ലെങ്കിൽ എവിടേക്കെങ്കിലും ലോങ് ഡ്രൈവ് ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് ഏറ്റവും കംഫർട്ടബിൾ തന്നത് ചൈൽഡ് സീറ്റാണ്, ചൈൽഡ് കാർ സീറ്റ്. ഞങ്ങൾ 4 years ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന്റെ ഒരു റിവ്യൂ ഞങ്ങൾ ചെയ്യുന്നുണ്ട് കേട്ടോ. കാരണം ഒരുപാട് പേര് ചോദിക്കുന്നുണ്ടായിരുന്നു ഏത് ബ്രാൻഡാ, എങ്ങനെയാ അത് ഈ കുട്ടികളെ ഇരുത്തണേന്നൊക്കെ. അപ്പൊ അതെ അടുത്ത ഒരു ടോൾ പ്ലാസ എത്തിട്ടോ വാളയാറില്. അപ്പൊ ഞങ്ങളിവിടെ വണ്ടി നിർത്തിയിട്ടിരിക്കുകയാണ്. പാമ്പൻ പാലം ടോൾ പ്ലാസയാണ് കേട്ടോ എത്തിയിരിക്കുന്നത്. പാലക്കാട് എത്തിട്ടോ. ഇവിടുന്ന് വലത്തേട്ട് തിരിഞ്ഞാല് കോഴിക്കോടിന് പോകാം. അപ്പൊ നേരെയാണ് നമുക്ക് പോകേണ്ടത്. ടണലിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കുതിരാൻ ടണൽ കേരളത്തിലെ ആദ്യത്തെ റോഡ് ടണലാണ്. അതുപോലെ ഇത് ടിൻ ട്യൂബ് ടണൽ എന്ന് പറയും. അതായത് 2 ടണലുകളാണ് കേട്ടോ. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ 6 ലൈൻ ടണലുമാണ് ഈ കുതിരാൻ ടണല്. അപ്പം 2 സൈഡിലും പണി കഴിഞ്ഞിട്ടില്ലെന്ന് തോന്നുന്നു അല്ലേ? കുതിരാൻ ടണലിൽ ഒരു സൈഡ് മാത്രമായിട്ട് ഓപ്പൺ ചെയ്ത് കൊടുത്തുള്ളൂ. ഞങ്ങൾ കുതിരാൻ ടണൽ കണ്ടപ്പോഴത്തേക്കും ക്യാമറ ഓൺ ആയി എന്ന് വിചാരിച്ചത് കൊണ്ട് തന്നെ കവാട ശരിക്കും എടുക്കാൻ പറ്റിയില്ല. ടണലിന് ഉള്ളിൽ കയറിയപ്പോഴായിട്ട് എടുക്കാൻ പറ്റിയത്. കുതിരാനിൽ നിന്ന് ഇറങ്ങി അപ്പൊ പാലക്കാട് സൈഡിലേക്കുള്ള വണ്ടികൾ കിടക്കുന്നതാണ്. ഒരു കിലോമീറ്ററിന് കൂടുതൽ 1.5 കിലോമീറ്റർ 1-2 കിലോമീറ്റർ ആയിട്ട് ഇത് ഇങ്ങനെ കിടക്കുവാണ് കേട്ടോ. നല്ല ട്രാഫിക് ഉണ്ട്. വൈകുന്നേരം 6 സമയമാണ് കേട്ടോ. ഇങ്ങോട്ടേക്ക് നമ്മള് കൊച്ചി സൈഡിലേക്ക് അങ്ങനെ ട്രാഫിക് ഒന്നും ഇല്ല കേട്ടോ. ഞങ്ങളിപ്പോ പാലിയേക്കര ടോൾ പ്ലാസ കഴിഞ്ഞു കേട്ടോ. അവിടെ വലിയ ബ്ലോക്ക് ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ റോഡിന്റെ 2 സൈഡിലും ക്രിസ്മസ് സെലിബ്രേഷന്റെ സ്റ്റാർസും ലൈറ്റ്സും ഒക്കെ ആയിട്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ. ഞങ്ങൾ ചാലക്കുടി എത്തി കേട്ടോ. അപ്പൊ ചാലക്കുടി എത്തുന്നതിന് കുറച്ച് മുമ്പ് ഞങ്ങളോട് ഗൂഗിൾ മാപ്പ് സർവീസ് റോഡിൽ കയറാൻ പറഞ്ഞു. അപ്പൊ ഞങ്ങൾ വെറുതെ സർവീസ് റോഡിൽ എന്തിനാ കയറണം, നേരെ റോഡിൽ തന്നെ വണ്ടി പോകുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞ് ഞങ്ങൾ സർവീസ് റോഡിൽ കയറിയില്ല. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് സംഭവം മനസ്സിലായത്. നേരെ ഉള്ള വഴിയിൽ കുറച്ച് ട്രാഫിക് കൺജഷൻ ആണ്. കാരണം ഓപ്പോസിറ്റ് വരുന്ന വണ്ടികൾ അതേ ലൈനിൽ തന്നെയാണ് വരുന്നത്. സർവീസ് റോഡിൽ കൂടെ വണ്ടികൾ നല്ല സ്പീഡിന് പോകുന്നുണ്ട്. ഞങ്ങള് അങ്കമാലി എത്തി. അങ്കമാലി ടൗൺ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. ഫുള്ള് ഡെക്കറേറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ അങ്കമാലിയിൽ നിന്ന് ഞങ്ങള് MC റോഡിലേക്ക് കയറും. മെയിൻ സെന്റർ റോഡിലേക്ക് കയറും. മൂവാറ്റുപുഴയ്ക്കല്ലേ പോണ്ടേ. അപ്പൊ MC റോഡിലേക്ക് കയറും. നമ്മൾ സ്ട്രേറ്റ് പോയാൽ കൊച്ചിക്ക്. അങ്കമാലിന്ന് നമ്മള് ലെഫ്റ്റ് എടുക്കുവാണ് കേട്ടോ. ലെഫ്റ്റ് എടുത്താണ് MC റോഡിലേക്ക് കയറുന്നത്. MC റോഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് അങ്കമാലിയിൽ നിന്നാട്ടോ. അപ്പൊ അറിയില്ലാത്തവർക്ക് വേണ്ടി പറയുന്നത് MC റോഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് അങ്കമാലിയിൽ നിന്നാണ്. അങ്കമാലിയിൽ നിന്ന് തിരുവനന്തപുരം വരെയുള്ള റോഡാണ് MC റോഡ്. അങ്കമാലി പൊതുവെ നല്ല ട്രാഫിക് ഉള്ള ഒരു സ്ഥലമായിരുന്നു കേട്ടോ. നമ്മളിപ്പോ കഴിഞ്ഞ ജംഗ്ഷൻ ഞങ്ങൾ വരുമ്പോ ഒക്കെ ട്രാഫിക്കിൽ പെടാറുണ്ട്. പക്ഷെ ഇന്ന് വലിയ ട്രാഫിക് ഒന്നും ഇല്ല റോഡില്. ഇപ്പൊ 8:45 ആക്ച്വലി ഞങ്ങൾ ഒരു 1.25 മണിക്കൂർ ഞങ്ങളുടെ ഒരു റിലേറ്റീവിന്റെ വീട്ടിൽ കയറിയായിരുന്നു. അപ്പൊ ഞങ്ങൾക്ക് ഒരു 1.25 മണിക്കൂർ അവിടെ ലേറ്റ് ആയിട്ടുണ്ട്. എന്നാലും ഇപ്പൊ ട്രാഫിക് ഉണ്ടാവേണ്ടതാണ് ഈ ഒരു ഭാഗത്തൊക്കെ. പക്ഷെ ഒരു ട്രാഫിക് ഉണ്ടായിരുന്നില്ല. ഞങ്ങള് കാലടി എത്തിട്ടോ. കാലടി എന്തോ ഒരു പാലത്തിന്റെ പണി നടക്കുന്നുണ്ടായിരുന്നു എന്നാണ് പത്രത്തിലൊക്കെ കണ്ടായിരുന്നു ഞങ്ങള്. അപ്പൊ ഇപ്പൊ അത് ശരിയായെന്ന് തോന്നുന്നു. കാരണം സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ റോഡ് കാണിക്കുന്നത്, MC റോഡ് വഴി തന്നെയാണ് കാണിക്കുന്നത്. ഞങ്ങള് പെരുമ്പാവൂർ എത്തിയിട്ട്. അപ്പൊ പെരുമ്പാവൂർ ജംഗ്ഷനിൽ കിടക്കും കേട്ടോ. ഇവിടെ റൈറ്റ് പോയാൽ ആലുവ, ലെഫ്റ്റ് പോയാൽ മൂന്നാർ, നേരെ പോയാൽ കോട്ടയം. അപ്പൊ നമ്മള് കോട്ടയല്ല മൂവാറ്റുപുഴ വഴിയേ കോട്ടയത്തിന് പോകാൻ പറ്റും. ഞങ്ങള് മൂവാറ്റുപുഴ എത്തിട്ടോ. അപ്പൊ നമ്മളിപ്പോ കയറുന്നത് മൂവാറ്റുപുഴ പാലാണ്. ഇത് പുതിയ പാലത്തിലൂടെയാണ് നമ്മൾ പോകുന്നത്. ലെഫ്റ്റ് സൈഡിൽ പഴയ പാലമുണ്ട്. ഇരുട്ടായതുകൊണ്ട് കാണാൻ പറ്റില്ല. ഏഷ്യയിലെ ആദ്യത്തെ കോൺക്രീറ്റ് ബ്രിഡ്ജ് ആണ് കേട്ടോ മൂവാറ്റുപുഴ നദിക്ക് കുറുകെയുള്ള ഈ പാലം. ഇപ്പൊ ലെഫ്റ്റ് സൈഡിൽ ആണ് പാലം. അതിൽ കൂടെ വാഹനങ്ങൾ ഇപ്പോഴും പോകും കേട്ടോ. ഞങ്ങൾ പിന്നെ പെട്ടെന്ന് തിരിഞ്ഞ് പുതിയ പാലത്തിൽ കയറിയെന്നുള്ളൂ.
ഹോളി മാഗി ചർച്ച് മൂവാറ്റുപുഴ. അപ്പോൾ പള്ളിയോടെ കാണിച്ച് നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാമെന്ന് ഓർത്തു കേട്ടോ. അപ്പോൾ ഇതാണ് പള്ളി. ഞങ്ങളിതേ വീട്ടിലെത്തി. അമ്മച്ചി മീനിനെ പൊക്കിക്കൊണ്ടുവരുന്നുണ്ട്. അമ്മച്ചി ഇവിടെ ഒരു കുഞ്ഞ് പുൽക്കൂടൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അതേ ഇവിടെ 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 കാണാൻ പറ്റും. അതാണ് പുൽക്കൂടൊക്കെ ഉണ്ടാക്കി. അപ്പോൾ ഞങ്ങളുടെ യാത്രയുടെ ഒരു ചെറിയ കൺക്ലൂഷൻ പറയാം. ഞങ്ങൾ രാവിലെ 6:30 പുറപ്പെട്ടതല്ലേ, ഇപ്പം സമയം 9:30 ആയിട്ടുണ്ട്. ടോട്ടല് 15 മണിക്കൂർ. അതിൽ 3.5 മണിക്കൂർ ഞങ്ങൾ ബ്രേക്ക് എടുത്തായിരുന്നു കേട്ടോ. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഏകദേശം 11.5 മണിക്കൂർ ഞങ്ങൾ ഡ്രൈവ് ചെയ്തു. പിന്നെ ടോളിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും യാത്ര ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു. ചെന്നൈയിൽ നിന്ന് കേരളത്തിലേക്ക് ട്രാവൽ ചെയ്യുന്നതിനെ സംബന്ധിച്ച് എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ ഞങ്ങളോട് കമൻറ്റ് ബോക്സിൽ ചോദിച്ചോളൂ കേട്ടോ. ഞങ്ങൾ ഏകദേശം ഒരു 5-8 കൊല്ലമായിട്ട് ഞങ്ങൾ കാറിൽ തന്നെയാണ് ട്രാവൽ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കാം. പിന്നെ കാർ ട്രാവലിനെ കുറിച്ച്, അത് കാർ ട്രാവൽ ചെയ്യുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ട കുറച്ച് ചെക്ക് ലിസ്റ്റുകളെ കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. അപ്പോൾ ക്രിസ്മസിൻ്റെ തലേന്ന് ചെന്നൈയിൽ നിന്ന് കേരളത്തിലേക്കുള്ള യാത്ര നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ വീണ്ടും നല്ലൊരു വ്ളോഗായിട്ട് കാണാം. നല്ലൊരു വ്ളോഗെന്ന് മാത്രം പറയുന്നില്ല, കാരണം ഞങ്ങൾ കുറച്ചാൾ ബ്രേക്ക് എടുത്തിരിക്കുകയായിരുന്നു. അപ്പോൾ ഇനി കേരളത്തിൽ നിന്നുള്ള കുറേ ഒരുപിടി വ്ളോഗുകളുമായിട്ട് കാണാം. അപ്പോൾ വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ.